ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമേഴ്സിനെ ഏതൊക്കെ വിധേന റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. കസ്റ്റമർ ഈസ് എ കിങ് എന്നാണ് പല സമയത്തും പല പ്രഗത്ഭരായിട്ടുള്ള അഡ്വൈസേഴ്സും പറഞ്ഞിട്ടുള്ളത്. നമുക്കും അറിയാം, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കിങ് ആണ്, മാർക്കറ്റിൻ്റെ കിങ് ആണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറെ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. ചെറിയ കസ്റ്റമർ ഉണ്ടാവും, വലിയ കസ്റ്റമർ ഉണ്ടാവും, ചെറിയ വോളിയം വലിയ വോളിയം ഒക്കെ പർച്ചേസ് ചെയ്യുന്ന പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷേ അവരുടെ പർച്ചേസിങ് വോളിയം നോക്കിയിട്ടല്ല അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഏതൊരു വോളിയത്തിന് പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അവർക്ക് പ്രോപ്പറായിട്ട് സർവീസ് നൽകിക്കൊണ്ടാണ്. ഏത് കസ്റ്റമറും ഏത് സമയത്തും ചെറിയ കസ്റ്റമറും വലിയ കസ്റ്റമറുമായി മാറാം. അവരെ വോളിയം റേഞ്ചിൽ വൈബ്രേഷൻസ് വരാം, മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മളെ സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ ആ കസ്റ്റമർ പിന്നീട് വോളിയം റേഞ്ചിലാവുന്ന സമയത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യാതിരിക്കാനും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനെ വാല്യൂ ചെയ്യുന്നത് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റിയോ പർച്ചേസിങ് രീതിയോ നോക്കിയിട്ടല്ല. അവരെന്ത് ചെയ്താലും എന്ത് പർച്ചേസ് ചെയ്താലും ആ പർച്ചേസിന് പ്രോപ്പറായിട്ടുള്ള സർവീസ് നൽകിക്കൊണ്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. ഇത് നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗുണം ചെയ്യും എന്നതിൽ ഒട്ടും സംശയമില്ല. നമ്മുടെ സർവീസ് പ്രോപ്പറാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മുടെ മുന്നിൽ വലിയ വലിയ ഗ്രോത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ് കൺസേൺസ് നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ഒക്കെ സ്ട്രാറ്റജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഫേംസ് ആയിരിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ നൽകുന്ന സർവീസിൻ്റെ ബലത്തിലായിരിക്കും. സപ്പോസ് ഒരു കസ്റ്റമർ നമ്മുടെ എൻട്രി പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരുടെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. ചില കസ്റ്റമേഴ്സിന് ചില കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടാവും, ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ബേസിൽ ചില കാര്യങ്ങൾ അവർക്ക് ഒരുപാട് അറിയാം, പക്ഷേ അതിൻ്റെ ഫൈനൽ പോയിൻ്റ് അവർക്ക് അറിയില്ല എന്ന് വെക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മിനിമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ അവരുടേതായ രീതിയിൽ നമ്മൾ മാറുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരെ കെയർ ആൻഡ് പ്യൂറായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം അവർ നമ്മളുടെ ഒരു ജെന്യൂൻ കസ്റ്റമർ ആയിരിക്കും, ഒരു കണ്ടിന്യൂസ് പർച്ചേസുള്ള ഒരു ജെന്യൂൻ കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് പ്രോപ്പർ സർവീസ് ആൻഡ് സാറ്റിസ്ഫൈ ദാറ്റ് കസ്റ്റമർ ഓൺ പ്രോപ്പർ വേ. അവിടെ നമ്മുടെ പല രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും ബിസിനസ്സിന്. ഓൺലി ബേസ്ഡ് ഓൺ സർവീസ്. ആ സർവീസ് എത്രത്തോളം വിപുലീകരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വിപുലീകരിക്കണം. നിങ്ങളെ എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ഒരു കസ്റ്റമറെ ഏതൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. ഒരു സ്മൈലിൽ തുടങ്ങി ഡീറ്റെയിലിങ്ങിൽ വരെ അവസാനിക്കുന്ന ലാസ്റ്റ് ക്ലോസിങ്, ഒരു ഷേക്കൻഡോടുകൂടി ക്ലോസ് ചെയ്യുന്നത് വരെ ഒരു കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു
സർവീസറുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് മാറ്റങ്ങൾ തുടങ്ങുന്നതും നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമർ ബാക്കപ്പ് ഇൻക്രീസ് ചെയ്യുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് സർവീസ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അവിടെ റെഡിയാവും. പക്ഷേ നമ്മൾ സർവീസ് നൽകുന്നത് കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റിയോ അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റിയോ നോക്കിയിട്ടല്ല. ഒരു ലോ റേഞ്ച് കപ്പാസിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷേ നാളുകളിൽ ബൾക്ക് റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സർവീസിൻ്റെ ബലമായിട്ട് കഴിയും. അപ്പം എപ്പോഴും ഒരു പൂർ കസ്റ്റമറിൽ നിന്നാണ് ഒരു എക്സലൻറ്റ് കസ്റ്റമർ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. പൂവർ കസ്റ്റമേഴ്സ്, ആവറേജ് കസ്റ്റമേഴ്സ്, ഗുഡ് കസ്റ്റമേഴ്സ്, വെരി ഗുഡ് കസ്റ്റമേഴ്സ് ആൻഡ് എക്സലൻറ്റ് കസ്റ്റമേഴ്സ്. ഇതെല്ലാം ഒരു ഗ്രാഫിക്കൽ ഫിഗറാണ്. കാരണം ഒരു പൂർ കസ്റ്റമറിൽ നിന്നാണ് ഒരു എക്സലൻറ്റ് കസ്റ്റമർ ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ സർവീസാണ്. നമ്മുടെ സർവീസ് പ്രോപ്പറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസർ പ്രോപ്പറാണെങ്കിൽ, അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു സ്മൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവരെ പരിഗണിക്കപ്പെടുമ്പോഴാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ പൂർ കസ്റ്റമറിൽ നിന്നും എക്സലൻറ്റ് കസ്റ്റമേഴ്സിലേക്കും നമ്മുടെ ജെന്യൂൻ കസ്റ്റമേഴ്സിലേക്കും എത്തും എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു കസ്റ്റമറെയും അവോയ്ഡ് ചെയ്ത് എല്ലാ കസ്റ്റമറെയും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് വിടാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തിരക്കിലായിരിക്കാം, നിങ്ങളുടെ എംപ്ലോയീസ് എല്ലാം തിരക്കിലായിരിക്കാം ഒരു കസ്റ്റമർ എത്തുന്ന സമയത്ത്. അപ്പോൾ അവരോട് പറയാം, സർ വെയിറ്റ് ചെയ്യും കേട്ടോ, ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ വെയിറ്റ് ചെയ്യും കേട്ടോ സർ, അവിടെ സീറ്റഡ് അവിടെ ഇരിക്കണം കേട്ടോ, ഇതൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്താൻ ശ്രമിക്കണം. ഒരു സ്മൈൽ നൽകി അവിടെ ഇരുത്താൻ ശ്രമിക്കുക. അവർ നിൽക്കും. എത്ര തിരക്കുള്ള ആളാണെങ്കിൽ നമ്മളൊരു സ്മൈലോ നമ്മളൊരു കെയറിങ്ങോ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യിപ്പിക്കാനും അവരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പൂർ കസ്റ്റമറിൽ നിന്നും അല്ലെങ്കിൽ ഒരു ലോ റേഞ്ച് കസ്റ്റമറിൽ നിന്നും ഹൈ റേഞ്ച് കസ്റ്റമേഴ്സിനെ, എക്സലൻറ്റ് കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാനും ജെന്യൂൻ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും നമുക്ക് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യാൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളെ കസ്റ്റമേഴ്സിനെ പ്രോപ്പറായി റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ സർവീസ്, അതാണ് അവരുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന പ്രോപ്പർ സർവീസാണ് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുക. അവിടെയാണ് ഒരു ജെന്യൂൻ കസ്റ്റമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബിസിനസ്സിനുണ്ടാവുക. കസ്റ്റമേഴ്സാണ് കിങ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.